പ്രമുഖ റിയൽ എസ്റ്റേറ്റ് സംരംഭമായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നാലെ കമ്പനിയെയും അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തെയും ലക്ഷ്യം വെച്ച് നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഡോക്ടർ റോയിയുടെ ആത്മഹത്യയെ സംബന്ധിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ ഔദ്യോഗിക വിശദീകരണം പുറത്തുവന്നിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ വിയോഗം സൃഷ്ടിച്ച ആഘാതത്തിൽ നിൽക്കുന്ന കുടുംബത്തെയും സഹപ്രവർത്തകരെയും കൂടുതൽ വേദനിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത്. പല യൂട്യൂബർമാരും അന്വേഷണ ഏജൻസികളായ ED, CBI എന്നിവയുടെ ഉദ്യോഗസ്ഥരെ പോലെ ചമഞ്ഞാണ് ആധികാരികമെന്ന ഭാവത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത്. മരിച്ചുപോയ വ്യക്തിയെ പോലും സമാധാനമായി വിശ്രമിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ശവശരീരങ്ങളെ കൊത്തിവലിക്കുന്ന കഴുകന്മാരുടെ സ്വഭാവമാണ് ഇത്തരം ആളുകൾ കാണിക്കുന്നതെന്ന് TA ജോസഫ് രൂക്ഷമായി വിമർശിച്ചു. കേവലം കാഴ്ചക്കാരെ കൂട്ടാനും മാനസികമായ വികൃത സന്തോഷം കണ്ടെത്താനുമായി ഒരാളുടെ കുടുംബത്തെയും ബിസിനസ് സാമ്രാജ്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം ക്രൂരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും നിക്ഷേപകരിലും ഉപഭോക്താക്കളിലും ആശങ്ക വിതയ്ക്കാനാണ് ഇത്തരം വ്യാജ വാർത്തകളിലൂടെ ശ്രമിക്കുന്നത്. എന്നാൽ കമ്പനി നിലവിൽ തികച്ചും സുരക്ഷിതമായ നിലയിലാണെന്നും മുൻപത്തേക്കാൾ ശക്തമായ ഗ്രൂപ്പ് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കമ്പനിക്കെതിരെ അന്വേഷണ ഏജൻസികളുടെ നീക്കമുണ്ടെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ പൂർണ്ണമായും അവാസ്തവപരമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡിന്റെ വിശ്വാസത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം സംശയിക്കുന്നു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ തങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവ് ഹാജരാക്കാൻ തയ്യാറാകണം. അല്ലാത്തപക്ഷം നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഒരു പ്രമുഖ വ്യവസായിയുടെ മരണത്തെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ പറഞ്ഞുണ്ടാക്കി വ്യക്തിഹത്യ നടത്തുമ്പോൾ സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശം ഭയാനകമാണ്. നിരുത്തരവാദപരമായ ഇത്തരം പത്രപ്രവർത്തന രീതികൾക്ക് അറുതി വരുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കമ്പനിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ജോസഫ് ഈ വീഡിയോ സന്ദേശം പങ്കുവച്ചിരിക്കുന്നത്. ഉപഭോക്താക്കളുടെയും നിക്ഷേപകരുടെയും മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കാനും സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനുമാണ് ഇത്തരമൊരു വിശദീകരണം നൽകേണ്ടി വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡോക്ടർ CJ റോയി കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനം വെറും പുകമറയല്ലെന്നും സത്യസന്ധമായ ബിസിനസ് രീതികളിലൂടെയാണ് അത് വളർന്നതെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. മരിച്ച വ്യക്തികളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കഥകൾ മെനയുന്നത് അവസാനിപ്പിക്കണം. ആത്മഹത്യ എന്ന ദുരന്തത്തെ പോലും തങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിനായി ഉപയോഗിക്കുന്നവർക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഭാവി പദ്ധതികൾ തടസ്സമില്ലാതെ തുടരുമെന്നും എല്ലാ പ്രോജക്റ്റുകളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം ഉപഭോക്താക്കളെ അറിയിച്ചു. ഭീതി പരത്തുന്ന വാർത്തകൾ കണ്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ഗ്രൂപ്പ് അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിക്കുമെന്നും ജോസഫ് ഉറച്ചു പറഞ്ഞു. വ്യവസായ ലോകത്തെ പ്രമുഖരുടെ വിയോഗം സംഭവിക്കുമ്പോൾ സാധാരണയായി കണ്ടുവരാറുള്ള ദുരൂഹതകളുടെയും ഗൂഢാലോചനകളുടെയും കഥകൾ ഈ കേസിലും ആവർത്തിക്കപ്പെടുകയാണ്. ഇതിനെ നിയമപരമായും ധാർമ്മികമായും നേരിടാനാണ് കമ്പനിയുടെ തീരുമാനം. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അതിനുള്ള തെളിവുകൾ പുറത്തുവിടാനുള്ള ആർജവമുണ്ടോ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. വ്യാജവാർത്തകൾ ചമയ്ക്കുന്നവർ അന്യന്റെ ദുഃഖത്തിൽ ആനന്ദം കണ്ടെത്തുന്നവരാണെന്നും ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ റോയിയുടെ വിയോഗം കമ്പനിക്കും കുടുംബത്തിനും വലിയ നഷ്ടമാണെങ്കിലും അദ്ദേഹം വിഭാവനം ചെയ്ത ലക്ഷ്യങ്ങളിലേക്ക് ഗ്രൂപ്പിനെ നയിക്കാൻ തങ്ങൾ സജ്ജമാണെന്ന പ്രഖ്യാപനത്തോടെയാണ് TA ജോസഫ് തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. വായനക്കാരും പ്രേക്ഷകരും ഇത്തരം നുണപ്രചാരണങ്ങളിൽ വീഴരുതെന്നും ഔദ്യോഗികമായ വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.